MC ടെക്നോളജി എന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യൂ. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ഹലോ ഫ്രണ്ട്സ്, ഞാൻ നൗഫൽ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് ഒരു അടിപൊളി ആൻഡ്രോയിഡ് ലോഞ്ചറിനെ കുറിച്ചാണ്. സാധാരണ ഏത് ലോഞ്ചർ നിങ്ങൾ ഡൗൺലോഡ് ചെയ്താലും നിങ്ങൾക്ക് പല രീതിയിലുള്ള ആഡുകളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ആഡുകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു ലോഞ്ചറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുന്നത്. മൈക്രോസോഫ്റ്റ് ലോഞ്ചർ എന്നാണ് ഈ ആപ്ലിക്കേഷൻ നെയിം. പ്ലേ സ്റ്റോറിൽ ലഭ്യമായ ഒരു ആപ്ലിക്കേഷനാണ്. ഞാൻ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വായിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുവാനും സാധിക്കും. ഈ ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയൊരു ഇൻ്റർഫേസ് ആയിരിക്കും ലഭിക്കുക. ഇവിടെ ഗെറ്റ് സ്റ്റാർട്ട്, ഇവിടെ നിങ്ങൾ എല്ലാ പെർമിഷനും അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ താഴെ കാണാം ഐ ഡോണ്ട് ഹാവ് എനി അക്കൗണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മൈക്രോസോഫ്റ്റ് അക്കൗണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങളിത് സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ലെറ്റ്സ് ഗോ എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഈ രീതിയിലായിരിക്കും നിങ്ങൾക്ക് തീം വന്നിരിക്കുന്നത്. നിങ്ങൾക്കിത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ രീതിയിൽ നിന്നും മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മുകളിലായി കാണുന്ന ഈ 3 ലൈനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ആയിട്ടുള്ള വരുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സാധാരണ നിങ്ങളുടെ സാംസങ് മൊബൈൽ വരുന്ന രീതിയിൽ തന്നെ നിങ്ങളുടെ മെനു ഐക്കണുകൾ വരുന്നതായിരിക്കും. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാം റീസെൻറ്റ് എന്ന ഒരു മൈക്രോസോഫ്റ്റ് ലോഞ്ചറിൻ്റെ ഒരു ഓപ്ഷൻ മാത്രം. അത് നിങ്ങൾക്ക് ഹൈഡ് ചെയ്ത് വെക്കാനുള്ള ഓപ്ഷൻ ഇവിടെയുണ്ട്. അത് ഹൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ രീതിയിലുള്ള യൂസിങ് ഇതിൽ ലഭിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് കൂടുതൽ വരുന്ന ഓപ്ഷനുകൾ ഇവിടെയാണ്. ലോഞ്ചർ സെറ്റിംഗ് എന്ന ഒരു ഓപ്ഷൻ നിങ്ങൾ കാണാം. അത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏത് രീതിയിലും നിങ്ങളുടെ ഐക്കണുകൾ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കും. വാൾപേപ്പർ, അതേപോലെ തന്നെ തീംസുകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോൾഡർ, നിങ്ങൾക്ക് ഹോം സ്ക്രീൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഹോം സ്ക്രീൻ ഇവിടെ നിങ്ങൾക്ക് എത്ര ഐക്കണാണ് ഡിസ്പ്ലേയിൽ സ്ട്രൈറ്റായി കാണിക്കേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ ചെറുതാക്കി കൊടുക്കാൻ സാധിക്കും. ഞാനിപ്പോൾ ഒരു 11 ആപ്ലിക്കേഷനും അതേപോലെ തന്നെ താഴോട്ടേക്ക് 12 സെറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾക്കിവിടെ ഇതിൻ്റെ വലിപ്പം സെറ്റ് ചെയ്യുവാനും സാധിക്കും. ഡിഫോൾട്ടിൽ തന്നെയാണ് വെക്കുന്നത്. അതിനുശേഷം ഡൺ കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ ആപ്ലിക്കേഷനുകളൊക്കെ ചെറുതായി ഒരു പേജിൽ തന്നെ ഫുള്ളായി ലഭിക്കുന്നത്. ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെറുതും വലുതും ഇതിൽ നിന്നും സെറ്റ് ചെയ്യുവാനും സാധിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ വാൾപേപ്പർ ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം വാൾപേപ്പറിൻ്റെ ഒരു ഓപ്ഷൻ. നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി വാൾപേപ്പർ ചേഞ്ച് ആവുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർ കാണുന്നതിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ കൂടെ വരുന്ന ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.